ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴവും ഒരു കോഴിമുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് കറുമുറയെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നേന്ത്രപ്പഴം ഇതുപോലെ ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ തലപ്പ് ഭാഗവും അറ്റത്തുള്ള ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത ശേഷം രണ്ടായിട്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുക. രണ്ടാക്കി കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ഒരു കഷ്ണത്തിന് നാലാക്കി കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ തോല് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാകുമ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തോലെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പഴം ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 നേന്ത്രപ്പഴത്തിന് തന്നെ ഒരു കോഴിമുട്ട മതിയാവും കേട്ടോ. ഇനി ഒരു കോഴിമുട്ട നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ മഞ്ഞയും വെള്ളയൊക്കെ നല്ല പോലെ തന്നെ മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് റവയാണ് കേട്ടോ. റവ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിക്കുക കേട്ടോ. അതാകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് റോസ്റ്റഡ് റവയാകുമ്പോൾ. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഐറ്റം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ബീറ്റ് ചെയ്തെടുത്ത കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നേരെ എടുത്തിട്ട് നമ്മൾ മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് വീണ്ടും കോഴിമുട്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കോഴിമുട്ടയിൽ ലേശം പഞ്ചസാര ചേർക്കേണ്ടതായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷമാണ് പിന്നീട് ഇതിൽ പഞ്ചസാര ചേർത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ പഞ്ചസാര ആ കോഴിമുട്ടയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തെടുത്ത ശേഷം വീണ്ടും കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ഈ റവ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുക. അങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര നേരത്തെ ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ചേർത്തത്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അലിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കോഴിമുട്ടയിലേക്ക് മുക്കി കൊടുക്കുക, പിന്നെ മൈദ, പിന്നെ വീണ്ടും കോഴിമുട്ട, എന്നിട്ട് റവ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കോട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇത് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. എല്ലാ ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പഴം വെച്ചിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിന്ന് വരില്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും, അവർക്ക് കഴിക്കാൻ ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതും ഇപ്പോൾ നല്ല മഴ സമയമാണ്. ഈ മഴ സമയത്ത് ചൂട് ചായൻ്റെ ഒപ്പം നല്ല കറുമുറയെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരിയതും തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.